പിന്നെ ഇതേ നിങ്ങൾക്കറിയാം. അത് പലർക്കും അറിയില്ല. എനിക്ക് അപ്പൊ അതെന്താ വെച്ചാല് ആ യങ് ആയിട്ടുള്ള കുട്ടികളാണ്. കാര്യം ഇപ്പൊ അവർക്കൊരു ദേഷ്യം വന്നിട്ട് ഞാനോട് വെച്ച് അത് പക്ഷെ അതൊരു ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനോ അത് തിരിച്ചുവിടാനോ പറ്റുന്നുള്ളതാണ്. കുറെ ഒക്കെ അത് വർക്കായി. രജനീഷ് ഭായി അതിനകത്ത് ആഡ് ചെയ്യാനൊരു പോയിന്റ്, 99.9% പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നത്തിലുള്ളത്. അതെ അതെ, അങ്ങനെ പറ്റുള്ളൂ. സ്വന്തം കാര്യങ്ങൾക്ക് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഞാൻ ഡയറക്റ്റ്ലി കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഷോസുമായിട്ട് ബന്ധപ്പെട്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുമ്പോൾ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പുള്ളി ചാടി ഇടപെടാറുണ്ട്. ഇതിന് എന്റെ അടുത്ത കൂട്ടുകാരനാണ്. ഇപ്പൊ ഇവരൊക്കെ നമ്മൾ ഇന്നാണ് പരിചയപ്പെടുന്നത്. മൈ ബ്രദർ, വളരെ അടുത്ത സുഹൃത്താണ്. ഇതൊക്കെ ഉണ്ട്. മിഥുൻ ഇവിടെ ഇരിക്കുന്നു നമ്മൾ ഇടുന്ന തീരുമാനിച്ചത്. ഇതിന് ഞങ്ങൾ ഒന്ന് ബാലൻസ്. കാരണം മിഥുൻ എന്ന് വെച്ചാല് നമ്മളറിയുന്ന എല്ലാവർക്കും അവനറിയാം. എന്റെ ഒരു നേച്ചറില് നമ്മള് കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുനടക്കലാണ് കൂടിയുള്ളവര്. അപ്പൊ ഇവനൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വലിയ തട്ടുകൾ. അറിയാമല്ലോ. കാരണം പക്ഷെ എന്ത് മെന്റലിസ്റ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എളുപ്പം എന്നെ പറ്റിക്കാൻ. അപ്പം എങ്ങനെ പ്രശ്നത്തിലുള്ള വീണില്ല. അപ്പൊ ഇവരൊക്കെ ആണ് പറയുന്നത്. ഇവരുണ്ടെന്ന് അറിയുമ്പോ നമ്മളെ ഫാമിലിയിലായാലും ബാക്കി കൂട്ടുകാർക്കാവും അവരുണ്ടോ, ഓക്കെ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ നീ ഇരിക്കുമ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വേണോ വേണ്ട. ഇപ്പൊ അല്ല, അത് മറ്റേ ട്രിക്സ് ഒന്നും ചെയ്യുമ്പോ അല്ല, അവനെ ചെയ്യില്ല. ചെയ്ത പുളിയൊന്നും പേടിച്ചിട്ടാ. 1-1 ആണ്. ഒരു രഹസ്യം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ രണ്ടാൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നത് കുറച്ച് മാജിക് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ആദി മാജലിസ്റ്റ് ആദിയല്ല, മാജിക് കാണിക്കുന്ന ഒരു ആദിയും കൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ആദ്യം. ആ മോതിരം മാറ്റുന്നൊരു പരിപാടിയുണ്ട്. മോതിരം മാറ്റൽ തന്നെയാണ് ഈ മോതിരം വെച്ചിട്ടുള്ള അണ്ണനും ഭയങ്കര ഇഷ്ടമാണ്. 6 പ്രാവശ്യം 20 വീഡിയോ ഉണ്ട്. ഞാനൊരു 6 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് മതിയായില്ല. ഞാൻ 4 സൈഡിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം നമുക്കിത്. ആയിക്കോട്ടെ. ഇന്ന് ഇത് മോതിരം എല്ലാവരും മോതിരത്തിലേക്ക് വെച്ചോ, എവിടെയാണെന്ന് വെച്ചാൽ വെച്ചോ. കാരണം ഇത് സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, അങ്ങനെ മെന്റൽ ചെയ്യണോ? ഇപ്പൊ ചെയ്യണം, ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഒരു വലിയ പ്രത്യേകതയുള്ള മോതിരാണ്. എന്റെ കഥയ്ക്ക് അത് പിന്നെ പറയാം. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഈ സ്റ്റോൺ ഐഡിയയിലൊന്നും എനിക്ക് മനസ്സിലായി. കല്ല് നല്ല അതെന്റെ കയ്യിൽ തന്നെ കാണാം. ബേസ് അതാണ്, അതുകൊണ്ട് അത് പറയാതെ വിടരുത്. അത് റിപ്പീറ്റ് കാണിക്കും. ഒന്നുകൂടെ പ്ലീസ്, ഒന്നുകൂടെ. ആള് കണ്ണു ചെമ്മി ക്യാമറ കട്ടെ. ഒന്നുകൂടെ 2 പ്രാവശ്യം അങ്ങനെ പറയാം. എല്ലാവരും നോക്കിക്കോട്ടെ. ആരും കണ്ടില്ല. ബേസിക്കലി എന്താ പറ്റി അറിയോ? എല്ലാം റെഡി അല്ലേ? ക്യാമറ എല്ലാം റെഡി അല്ലേ? എന്താ ചിമ്മി എന്ന് പറയരുത് ആരും. അതെ, ക്യാമറ ഷൈക്കോ. ഞാൻ നേരത്തെ ഞാനൊരു 2 ആഴ്ച പ്ലാൻ ചെയ്തിട്ട് ഒരു വലിയൊരു പിന്നെ ഓവർ ദ അല്ലേ ഫോണൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ചെയ്തിട്ടാകുമ്പോ ഇത്തിരി റിയാക്ഷൻ വന്നു. അതാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് വേറൊരു സാധനം കാണിക്കുമല്ലോ, അത് കാണിച്ചു തരില്ല. അത് പ്ലീസ്, അത് എല്ലാം കാണിക്കും. കുറച്ച് കഴിയട്ടെ ഡെവലപ്പ് ചെയ്ത് മോതിരത്തിന്റെ സെഗ്മെന്റ് അങ്ങ് തീർക്കാൻ വേണ്ടി കുറെ ഉണ്ട്. ഇടക്കിടക്ക് ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇട്ട് തരാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധനം കാണിക്കും പ്ലീസ്, അതും കൂടെ കാണിച്ചിട്ടാ. രജനീഷ് എന്ന് വെച്ചാൽ മനസ്സിന് മറ്റേ ഓർഡർ ഉണ്ടാക്കി വെച്ചു. മോതിരം അങ്ങനെയല്ല. മോതിരം ഇന്ന് വെച്ചിട്ട് 2-3 സ്റ്റൈൽ കാണിക്കുമ്പോ ഉണ്ടല്ലോ, ഈ അത്ഭുതം എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക. വരും, അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. റോബർട്ടിന്റെ ഒരു കഥ, ഈ കഥ അല്ല അതൊന്നുമില്ല. അതിങ്ങനെ റോബർട്ട് എന്നൊരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്. അവനിങ്ങനെ ഒരു സ്ഥലത്ത് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലിങ്ങനെ അവന്റെ വീടിന്റെ അടുത്താണ്. അവിടെ പോയപ്പോ പരിചയപ്പെട്ടു. അല്ലെ ഒന്നാളെ അവൻ പോയിട്ട് അതെന്തോ കാണിക്കുന്നു, എന്തോ ഇങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ചമ്മലായിട്ട് എൻ്റെ അമ്മയെ ഇത് 2012 എന്തോ ആണ്. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു കേട്ടോ. ചെയ്തത് അന്നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടില്ല പരിപാടിയാണ്. പക്ഷെ പെട്ടെന്ന് തീരും. എന്നിട്ട് അപ്പോൾ ആ കുട്ടി അവരിങ്ങനെ വന്നിട്ട് ആ മുതുകടക്ക പൂ മാറ്റേണ്ടത് എങ്ങനെയാണ്? അത് ജിസിനോട് ചോദിച്ചു. സീരിയസ്ലി ഞാൻ അന്ന് 8 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ഭയങ്കര തല ഒഴിഞ്ഞിട്ടൊരു കാര്യം പ്രാക്ടീസ് ചെയ്തതാണ്. ആ ചേച്ചി അല്ല, ഇത് പൂ മാറ്റുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് പിന്നെ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റേ ഉള്ളൂ. മനസ്സിലാക്കാം. പൂവിന്റെ കളർ മാറ്റം നല്ല പരിപാടിയല്ലേ. പക്ഷെ അത്
എന്റെ ഈഗോക്ക് ഞാൻ വെച്ചു ഇതിങ്ങനെ ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് അങ്ങനെ പോയത്. ഞാൻ റോബർട്ടിന്റെ ഒരു നോട്ടം നോക്കി. ഇതിന്റെ ഉത്തരം ആദ്യം തന്നെ പറയും. അല്ല അതുപോലെയാണ് ഞാൻ ആ വലിയ കാര്യം, ഇത് നല്ല പരിപാടിയാണ്. അല്ലല്ല, ഇതിന്റെ ഉത്തരം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഹിപ്നോസിസ് പഠിക്കുക, അത് പഠിക്കുക, മൈൻഡ് റീഡിങ് പഠിക്കുക, ഇങ്ങനെ കുറെ സാധനങ്ങൾ പഠിച്ചു. മറ്റേ കണ്ണിന്റെ ചലനങ്ങൾ പഠിച്ചു, മൈക്രോ എക്സ്പ്രഷൻ പഠിച്ചു. പക്ഷെ ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ല. അതിനൊരു നൈപുണ്യം വേണം. അത് എങ്ങനെ മിക്സ് ചെയ്ത് അവതരിപ്പിക്കണമെന്നെടുത്താണ് സാധനം. അതുകൊണ്ടാണ് ആദ്യം പോയിട്ട് മെന്റലിസ്റ്റുകളുടെ അടുത്ത് കാണിച്ചിട്ട് തന്നെ കൈയടി നേടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അവതരണമാണ്. ഓക്കെ, ഇപ്പൊ ശരിയായില്ല? ശരി. ഇല്ലെങ്കിൽ ഞാൻ പാകപ്പെട്ടു. ജിസിന് ഇടയ്ക്ക് ഞാൻ ഹെൽപ്പിന് വിളിച്ച് ഫോട്ടോ കൊണ്ടുപോലെ ജിസ് മൈൻഡ് ചെയ്യില്ല. അല്ല, ചില സമയത്ത് ഇപ്പൊ എനിക്കൊരു അമ്മായി, എന്റെ അമ്മയുടെ അമ്മായിയാണ്. ഞാനും അമ്മായി എന്നാ വിളിച്ചിരുന്നത്, മരിച്ചുപോയി. പക്ഷെ അമ്മായി ഉണ്ടാക്കിയിരുന്ന ഫുഡിന്റെ, നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ആൾക്കാർ റിലേറ്റ് ചെയ്യാനുണ്ടാവും. അമ്മായി ഉണ്ടാക്കിയിരുന്ന ഫുഡിന്റെ രുചി ലോകത്ത് എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, മറ്റേ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊഫഷണലി പഠിച്ച ഷെഫാവാൻ പഠിച്ച ആൾക്കാരൊക്കെ പലതരത്തിൽപ്പെട്ട ഷെഫുകൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഇവരുടെ ഈ ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ അമ്മായിയുടെ മുഖം ഓർമ്മിക്കുന്ന ആ രുചി കൊണ്ടാണ്, അല്ലെ ആ ഒരു ഫ്ലേവർ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അമ്മായി ഓർക്കും. മനസ്സിലായോ? അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൈപുണ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ ഒരു ചെറിയ വാക്കിൽ ഒതുക്കിയെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടാവും, നമ്മളെ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശത്തിലുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന ഒരു കൈപുണ്യമാണ് ഈ പറയുന്ന. അല്ലെങ്കിൽ ഇപ്പോ ഇത് പഠിക്കാൻ പോയ എല്ലാവരും അങ്ങനെ ആവണമല്ലോ. ഇത് പഠിക്കാൻ പോയി എല്ലാവരും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമുക്കൊരു സ്റ്റൂൾ ഉണ്ടാക്കാൻ പഠിക്കാം, അല്ലെ, കസേര ഉണ്ടാക്കാൻ പഠിക്കാം, കെട്ടിടം പണിയാൻ പഠിക്കാം. എല്ലാവരും ഒരു ബംഗാളി വന്ന് പണിതാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. അത് വേറൊരു എവിടെന്നോ ഒരു ടച്ച് നമ്മുടെ ശിരസിൽ കിട്ടണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരം ഒരു ടച്ച് കിട്ടിയതിന്റെ ഒരു ഭംഗിയിലാണ്. അത് കൊള്ളാം, ഒരു ഹഗ് തന്നിരിക്കുന്നു. പക്ഷെ അത് ഈ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ഇത് ആഗ്രഹിച്ച് പോയതല്ല, അവിടേക്ക് എത്തിയതാണ്. പോയി അങ്ങനെയല്ല, ആഗ്രഹിച്ചത് തന്നെയാണ്. പക്ഷെ ആഗ്രഹിച്ചത് അതുപോലെ ഇല്ല, ഡസൻ എക്സിസ്റ്റ് എന്ന് മനസ്സിലായപ്പോ അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ലാൻഡ് ചെയ്തതാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടല്ലോ പലരും, മെന്റലിസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. പോയി തല വെച്ച് കൊടുക്ക്, നല്ല രസമായിരിക്കും. ആപ്പ് ഉണ്ട്. ആപ്പ് തന്നെ, ആപ്പ് കറക്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാജിക് ഉണ്ട്, കുറേ വർഷം അത് പഠിച്ചിട്ട് മെന്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറെ പണിയുണ്ട് ഈ മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൈകാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ. ഒരു കാര്യം ഫ്ലറിഷ് ചെയ്ത് വരുന്ന സമയത്ത് അതിനെ വാണിജ്യം ചെയ്യാനും വ്യഭിചരിക്കാനും ഒക്കെ ആളുണ്ടാവും. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. നമുക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ പക്ഷെ ശരിയല്ലെന്നേ. ഒന്നാമത് സീക്രസി ആവശ്യമുള്ള ഒരാർട്ടാണിത്. ഇപ്പൊ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ChatGPT പല കാര്യങ്ങളും. പിന്നെയും അത് കഴിഞ്ഞ് സർവൈവ് ചെയ്ത ഒരു ആർട്ടിനെ നിർത്തുന്ന കുറച്ച് പേരുണ്ട്. ദാറ്റ്സ് എ നോബിൾ തിങ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് പറയാം. എന്റെ കാമുകിയുടെ പേര് ഞാൻ മറന്നുപോയി, ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? വിച്ച് വൺ? അത് അവളുടെ ചോദിക്കാൻ പറ്റില്ല. അല്ല, ലിസ്റ്റ് എടുക്കുന്നു പേടിച്ചിരിക്കുക അല്ലേ? വൈഷ്ണവി ശരിക്കും വെറുതെ ഇരുന്ന് മേടിക്കണ്ട. അല്ല, അത് 1 hour അല്ലേ ഷോ അല്ലേ? 1 hour കരുതി വെച്ചിരുന്ന അടിച്ചതാണ്. വൈഷ്ണവി ശരിക്കും ആദ്യം പരിചയപ്പെട്ടിട്ടില്ല. അല്ലല്ല, ലിസ്റ്റ് പറയാനല്ല, അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയാനാണ്. അത് പറയണ്ടേ, അത് നിങ്ങൾ പരിചയപ്പെടുത്തോ? ശരിക്കും പൊന്മാനിലെ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പൊന്മാൻ കൊണ്ട് നീ രക്ഷപ്പെടും എന്നുള്ളതാണ് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. സന്തോഷം. മഞ്ജുനെ ശരിക്കും മിഥുന്റെ മനസ്സിലായിരുന്നു കണ്ടപ്പോ. അന്ന് ഒളിച്ചോടിയ കുട്ടിയാണ്. അതായത് കഥ തുടരുന്നു സിനിമയില് ഒളിച്ചോടിയത് ഇയാളാണ്. അത് വെച്ചിട്ടാണ് ഫേമസ്. ഫഹദ് ഫാസിൽ കണ്ടപ്പോ ചോദിച്ചു, ഒളിച്ചോടി പോയ പെണ്ണല്ലേ? എനിക്ക് അറിയില്ല. അതിൽ ഒളിച്ചോടി പോകുന്ന ഇവളാണ്. അന്ന് എത്ര വയസ്സായിരുന്നു ഒളിച്ചോടിയപ്പോ? എന്താ ഉദ്ദേശം? അത് മാത്രമായിട്ട് റീല് പ്രായം അറിഞ്ഞാൽ ഞെട്ടും. പ്രായപൂർത്തിയായില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്സിന്റെ അതൊക്കെ പറഞ്ഞിട്ട് അല്ലല്ല,